അവര് വെറുതെ എന്തെങ്കിലും നമ്മളെ പറ്റിക്കും കാണിക്കുന്നാവും. അല്ലാതെ 3 പേർ കൂടി ഒരുമിച്ച് എന്ത് സംഭവിക്കാനാ മഹേട്ടാ? ഏയ് അങ്ങനെയല്ല ഗംഗ. നമ്മളെ പറ്റിക്കാൻ വേണ്ടി അവരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അവർക്ക് എന്തോ പറ്റിയത് തന്നെയാ, എനിക്കുറപ്പാ. നമുക്ക് ഉടനെ തന്നെ അവരെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ശ്രീ മഹേശ്വര ഭഗവാനെ, ഞാൻ എങ്ങനെ മഹേട്ടനോട് സത്യം പറയും? അവരെല്ലാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാ അതും പ്രശ്നമാവുമല്ലോ. ഗംഗേ, നീ എന്താ ഒന്നും പറയാൻ നിൽക്കുന്നത്? അവർക്ക് മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടതായിട്ട് നിനക്ക് തോന്നിയില്ലേ? തോന്നി. നമ്മുടെ ഷോപ്പിനടുത്ത് ഒരു സൈക്കാട്രിക് ക്ലിനിക് ഉണ്ട്. അവിടുത്തെ ഡോക്ടറെ ഒന്ന് കാണിക്കാം. ഞാൻ ഡോക്ടറെ ഇപ്പോൾ ഫ്രീ ആയിരിക്കും എന്ന് ചോദിക്കാം. ഞാൻ കുറേ സമയമായിട്ട് നിങ്ങളുടെ പെരുമാറ്റം ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് 3 പേർക്കും എന്തോ സാരമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മഹി പറഞ്ഞത് ശരിയാ, ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചറിയാൻ പറ്റുന്നെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. ഞങ്ങൾക്ക് തിരിച്ചറിയാതിരിക്കാൻ എന്താ? ഞങ്ങൾക്ക് ബോധമൊന്നുമില്ലേ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം. എന്ത് പ്രശ്നമാണെങ്കിലും അതിന് മരുന്ന് വാങ്ങി പരിഹാരം കാണണം. മഹേട്ടന് എന്താ ഈ പറയുന്നേ? സൈക്കാട്രിസ്റ്റിനെ കാണാനോ? അതെന്താ, ഞങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഇത് ഞങ്ങൾക്ക് ഭ്രാന്തായിട്ട് കാണിച്ചു കൂട്ടുന്നൊന്നുമല്ല. ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരെന്ന് നിനക്കറിയോ? ആരാ അത്? ഈ നിൽക്കുന്ന അയ്യോ, ഇവരെന്തൊക്കെയായി കാണിക്കുന്നത്? അറിയില്ല. ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടാതെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഇതെവിടെ പോയതാ? രാജിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അതിനുവേണ്ടി പോയതാ. ഈ വീട്ടിൽ ഇവിടെ താമസിപ്പിക്കുന്ന തന്നെ വലിയ കാര്യമാ. അത് പോരാഞ്ഞിട്ടാണോ ഇവളെയും കൂട്ടി പർച്ചേസ്? എന്താടി നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല അമ്മേ, രാഹുലേട്ട് നിർബന്ധിച്ച് വാങ്ങി തന്നതാ. അത് നിന്റെ തലയണ മന്ത്രത്തിന്റെ കഴിവല്ലേ? രാജി, നീ അതേ വെക്കോ, ഞാനിപ്പോ വരാം. അമ്മയ്ക്കിതെന്താ? എന്തിനാ ഇങ്ങനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഞാനാണോ പ്രശ്നം ഉണ്ടാക്കുന്നേ? നീ കാണിച്ചു കൂട്ടുന്നൊക്കെ ശരിയാണോ? ആ ദരിദ്രവാസിയെ നീ എന്തിനാണോ തലയിൽ കയറ്റി കൊണ്ടു നടക്കുന്നേ? അയ്യോ, എന്താ അമ്മേ, എന്തിനാ കരയുന്നേ? എടാ മോനെ, എന്റെ ദേഹത്ത് കല്ല് വീഴുന്നു. ഈ വീട്ടിലിപ്പോ സംസാരിക്കാൻ ഒരു നിവൃത്തിയില്ല. എന്തെങ്കിലും മിണ്ടിയ കല്ലും ഏറും ചൂരിൽ അടിയുവാണ്. അത് നന്നായി. നീ എന്താ പറഞ്ഞേ? നിങ്ങളൊക്കെ ആവശ്യമില്ലാത്ത കുശുമ്പും പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മനസ്സ് നന്നാക്കിയാ മതി, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. രാഹുൽ, ഞാൻ പറഞ്ഞത് സത്യമാ. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തല്ലും ഏറും കൊള്ളണ്ടായെങ്കിൽ അമ്മ മനസ്സ് നന്നാക്കണം.
ശ്രേയ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളുടെ വീട്ടിൽ കുട്ടിച്ചാത്തന്റെ സാന്നിധ്യമുള്ളതായിട്ടാണ് തോന്നുന്നത്. ചുണ്ണാമ്പ് കൊണ്ടുണ്ടാക്കിയ കല്ലുകൊണ്ടുള്ള ഏറും ചൂരൽ കൊണ്ടുള്ള അടിയും കുട്ടിച്ചാത്തന്റെ സാന്നിധ്യം കൊണ്ടാണെന്ന് ഉറപ്പിക്കാം. ഉഗ്ര പൂജ ചെയ്താവും ഗംഗ ചാത്തനെ വശത്താക്കിയത്. അവളെ ഉപദ്രവിക്കണമെന്ന് ആര് മനസ്സിൽ ചിന്തിച്ചാ പോലും ചാത്തൻ അവരെ വെറുതെ വിടില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്നും അവളുടെ അടിമയായിട്ട് ഞങ്ങൾ ആ വീട്ടിൽ കഴിയേണ്ടി വരുമോ? നിരാശപ്പെടണ്ട, ഒരു പരിഹാരമുണ്ട്. എന്താ അത്? എങ്ങനെയെങ്കിലും ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരണം. തൽക്കാലം 4 യന്ത്രം ജപിച്ച് അത് വീടിന്റെ 4 മൂലയിലും സ്ഥാപിക്കണം. യന്ത്രങ്ങൾ വീട്ടിലുള്ളിടത്തോളം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് അവിടെ നിന്ന് നഷ്ടമായാൽ ചാത്തന്റെ സാന്നിധ്യം വീണ്ടും ഉണ്ടാവും. അതിന്റെ ഫലം എന്താകുമെന്ന് ഊഹിക്കാമല്ലോ. മനസ്സിലായി, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നത് വരെ ഒരക്ഷരം ആരോട് സംസാരിക്കരുത്. ശരി, ശ്രദ്ധിച്ചോളാം. എന്തായി ഹൈമാവതി? കഴിഞ്ഞു ശ്രേയെ? കഴിഞ്ഞു. ഇനി ചൂരലും ഉണ്ടാവില്ല, കല്ലും ഉണ്ടാവില്ല. മന്ത്രവാദിനി സത്യത്തിൽ എന്താ പറഞ്ഞേ? നീ ഇതുവരെ ഒന്നും മിണ്ടാഞ്ഞോണ്ട് അത് ചോദിക്കാൻ പറ്റിയില്ല. മിണ്ടാൻ പറ്റാത്തത് വേറൊന്നും അല്ലമ്മേ. ഇത് കെട്ടിത്തീരുന്നത് വരെ ഒന്നും മിണ്ടരുതെന്ന് മന്ത്രവാദിനി പ്രത്യേകം എന്നോട് പറഞ്ഞിരുന്നു. നമുക്ക് ഏറുകൊണ്ടതും ചൂരലിന് അടി കിട്ടിയതും എല്ലാം കുട്ടിച്ചാത്തന്റെ പണിയാ. ആ ഗംഗ പൂജ ചെയ്ത് പ്രസാദിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാ ആ കുട്ടിച്ചാത്തന്. എന്തിന്? അവളുടെ രക്ഷയ്ക്ക് വേണ്ടി പൂജ ചെയ്ത് പ്രസാദിപ്പിച്ചതാണെന്ന് മന്ത്രവാദിനി എന്നോട് പറഞ്ഞത്. അവൾ അത്രയ്ക്കൊക്കെ വളർന്നോ? വളർന്നമ്മേ. അവള് പ്രസാദിപ്പിച്ചു കൊണ്ടുവന്ന കുട്ടിച്ചാത്തനെ നിലയ്ക്ക് നിർത്താന് ഈ ഏലസിലെ തകിടുകൾ വെച്ച് പൂജിച്ചു തന്നത്. മതി, ഇനി ഇവിടെ വെച്ചൊരു സംസാരം വേണ്ട. നമുക്ക് അകത്തേക്ക് പോവാം. വാ. ശരി ആന്റി. സമാധാനമായി. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും. ആർക്കറിയാം, ഇങ്ങനെ പലതും പലപ്പോഴായിട്ട് ചെയ്തതല്ലേ. പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഹൈമാവതി. എങ്ങനെ ചിന്തിക്കുന്ന അത്തൂനെ? അത്തരം അനുഭവങ്ങളല്ലേ ഉണ്ടാകാറ്. അതും ശരിയാ. എന്തായാലും ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അവർ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം. അതെ, ആ ഏലസുകൾ അവിടെ തന്നെ ഉള്ളിടത്തോളം ഒന്നും പേടിക്കാനില്ലെന്നാ മന്ത്രവാദിനി പറഞ്ഞ്. ആ സമയം നോക്കി നമുക്ക് ഗംഗയോടുള്ള കണക്ക് തീർക്കണം. ഇനി വൈകാതെ ഗംഗയെ നമ്മൾ തീർക്കും. ഇന്ന് നമുക്കൊന്ന് പുറത്തേക്ക് പോലെ ഗംഗ. ഇന്നോ? അതെന്താ മഹേട്ടാ? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപാട് നാളായില്ലേ നമ്മൾ 3 പേരും കൂടി പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട്. എന്താ മാളു, പോയാലോ? ഹായ്, പോവാം. നമുക്ക് പോവാ അച്ഛാ. എന്താ ഗംഗ, എന്താ നീ ഒന്നും പറയാത്തെ? ഇന്ന് വേറെ തിരക്കൊന്നുമില്ലല്ലോ. ഇല്ല, മഹേട്ടനും മോൾക്കും പോണെന്നാണെങ്കില് ഞാൻ റെഡിയാ. നമുക്ക് ബീച്ചിൽ പോവാച്ചാ. എത്ര നാളായി അച്ഛനാ കടലിൽ കളിച്ചിട്ട്. ശരി, നമുക്ക് പോയി അടിച്ചു പൊളിക്കാം. എന്നാ ഞാൻ പോയി റെഡി ആവട്ടെ. മാളു, ബീച്ചിലൊന്നും വേണ്ട മാളു. വെള്ളത്തിൽ കളിച്ചാ പനി പിടിക്കും. വേണമെങ്കിൽ പ്ലീസ്.
അതൊന്നും സാരമില്ല ഗംഗ. ഇടയ്ക്ക് കുട്ടികൾ വെള്ളത്തിലും മണ്ണിലും ഒക്കെ കളിച്ചു വേണം വളരാൻ. അതും ശരിയാ. നല്ല അച്ഛൻ. എന്നെ സങ്കടത്തിലാക്കി നീയൊക്കെ അങ്ങനെ സന്തോഷിക്കണ്ട. എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് മാളുവും ഗംഗയും ഒന്നിച്ചുള്ള നിമിഷങ്ങളാ. എനിക്കും അങ്ങനെ തന്നെയാ മഹേട്ടാ. മഹേട്ടനും എന്റെ മോളും ഉള്ളത് എവിടെയായാലും അതാ എന്റെ സ്വർഗം. അപ്പൊ നമുക്കിന്ന് ബീച്ചിൽ പോയി അടിച്ചു പൊളിക്കാം. നമ്മളുടെ എല്ലാവരുടെ സ്വൈര്യം കെടുത്തി എന്റെ സ്വപ്നങ്ങളെല്ലാം തല്ലിക്കെടുത്തിട്ട് അവള് മഹേട്ടന്റെ കൂടെ ബീച്ചിൽ ആഘോഷിക്കാൻ പോകുന്നു. ഇതെല്ലാം കണ്ട് ഞാൻ തകർന്ന ജീവിതത്തിന്റെ ബാക്കി പത്രമായിട്ട് ഇവിടെ കണ്ണീര് കുടിച്ച് കിടക്കുന്നു. എനിക്ക് ഇനി ഇത് സഹിക്കാൻ വയ്യ. ശരിയാ നാത്തൂനെ, ഇനിയും കാത്തിരുന്ന എന്റെ മോൾ ഇവിടെ വെറുതെ നിന്നു പോകുന്നല്ലാതെ ഇവൾക്കൊരു ജീവിതം ഉണ്ടാവാൻ പോകുന്നില്ല. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാക്കിയേ പറ്റൂ. നമ്മള് ശ്രമിക്കാഞ്ഞിട്ടല്ലോ. എത്ര തവണ നമ്മൾ ഗംഗ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. എല്ലാ പ്രാവശ്യവും അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ശരിയാ, അപകടം പറ്റുന്നതും പണി കിട്ടുന്നതും നമുക്ക് തന്നെയാ. കഴിഞ്ഞ തവണ ആ കുളത്തിൽ വീണ് തീരേണ്ടതായിരുന്നു. എന്നെ രക്ഷിച്ചതും ഗംഗയാ. അന്ന് ഞാൻ എന്നെ തന്നെ വെറുത്തതാ. അവള് താനം തന്ന ജീവിതം കൊണ്ട് എനിക്കവളെ ഇല്ലാതാക്കണം. അവള് വരം തന്നത് ഭസ്മാസുരനായിരുന്നു എന്ന് അവള് തിരിച്ചറിയണം. അവൾക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം നമ്മൾ പ്ലാൻ ചെയ്ത് ഇല്ലാതാക്കണം. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യ. ഹൈമവതി പറഞ്ഞത് ശരിയാ ശ്രേയെ. ഇനിയും കാത്തിരുന്ന് സമയം കളയണ്ട. അവൻ പുറത്തു പോകുമ്പോ തന്നെ ഗംഗയെ തീർക്കാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്താലും അത് പൊളിക്കാനും ഗംഗയെ രക്ഷപ്പെടുത്താനും ഗൗരി എത്തും. അതുകൊണ്ട് ആദ്യം ഗൗരിയെ ലോക്ക് ചെയ്യണം. അതിനു വേണ്ട കാര്യങ്ങള് മന്ത്രവാദിനിയെ കണ്ട് ശരിയാക്കണം. ശരി, ഞാൻ തന്നെ നേരിട്ടിറങ്ങി എല്ലാം ചെയ്യാൻ പോവാ. ഗംഗയെ തീർക്കാതെ എനിക്കിനി വിശ്രമമില്ല. അത് ഞാൻ ഉറപ്പിച്ചു. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. മഹിയും ഗംഗയും മാളും കൂടി ഉടനെ ബീച്ചിലെത്തും. മാഡം ധൈര്യമായിട്ടിരിക്കെ, എല്ലാം സെറ്റാണ്. മഹിയുടെ സംശയം തോന്നാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഓക്കെ മാഡം. ദാ, ഇത് കയ്യിൽ വെച്ചോ. ഇതെന്താ മാഡം, എന്തിനാണിത്? ആ ഗംഗയും മാളുവിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രേതം വരാൻ സാധ്യതയുണ്ട്. അതിനെ തടയാനുള്ള കുങ്കുമോ ഏലസുമാണ് ഇതിനകത്തുള്ളത്. പ്രേതോ? മാഡം ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? പ്രേതവും ഇല്ല, ഒരു ഭൂതവും ഇല്ല. ഞങ്ങളൊക്കെ തന്നെയാണ് പ്രേതവും ഭൂതവും ഒക്കെ. എടോ, തനിക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇത് കയ്യിൽ വെച്ചോ. ഞാൻ പറഞ്ഞില്ലേ മാഡം, എനിക്കിതിന്റെ ഒരു ആവശ്യമില്ല. ഞാനൊരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് പൂർത്തിയാക്കാനും എനിക്കറിയാം. മാഡം ധൈര്യമായിട്ടിരിക്കെ. എടോ, തന്റെ സേഫ്റ്റിക്ക് കൂടെ വേണ്ടിട്ടാ ഞാൻ ഈ പറയുന്നത്. എന്റെ സേഫ്റ്റി ഞാൻ തന്നെയാണ് മാഡം. തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് എന്തായാലും അവള് രക്ഷപ്പെടരുത്, അത്രേ ഉള്ളൂ. ഇതിനകത്തുള്ള കുങ്കുമം ഞാൻ തന്നെ വെതറിക്കോളാം. ഏലസും ഞാൻ തന്നെ കെട്ടിക്കോളാം. അതൊക്കെ മാഡത്തിന്റെ ഇഷ്ടം. ഇനി അവര് എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് അറിയണം. മോളെ വാ.
തിരെ അടിക്കുന്നുണ്ടോ അച്ഛാ? എന്ത് ഭംഗിയല്ലേ? അതെ. അച്ഛാ വാ അച്ഛാ പോവാം. ദാ, അതാണ് കുട്ടി. അവളെ മാറ്റിയ ഗംഗയെ നമുക്ക് കിട്ടും. ശരി മാഡം, സൂക്ഷിച്ചു വേണം. ഞാൻ ഏറ്റു. എന്നാ ചെല്ല. ഐസ്ക്രീം വേണമാണോ? വേണം വേണം ഗംഗയ്ക്കോ? വേണ്ട. വേണം വേണം വേണം. എന്നാ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. അങ്ങോട്ടോടല്ലേ? ഏയ്, ഹായ് ഡൊണാൾഡ്. ആണോ? താങ്ക് യു. ദേ എനിക്ക് ഡൊണാൾഡ് തന്നതാ. ആ, ഹലോ, വിളിച്ചു. അല്ല, ബീച്ചിലാണ്. ഫാമിലിയായിട്ട് ബീച്ചിൽ വന്നതാ. അയ്യോ ബലൂണ് പോയി. എന്റെ ബലൂൺ പോയി ഗംഗേ.
ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകും. ആ ഗംഗ ഇപ്പൊ ഇവിടെ വരും. അവൾ ഇനി ഇവിടുന്ന് ഒരിക്കലും രക്ഷപ്പെടരുത്. അത് ഞങ്ങൾ നോക്കിക്കോളാം മാഡം. അവളെ കഷ്ണം കഷ്ണമാക്കി കടലിലെറിയണം. അതിൽ കുറഞ്ഞ് ഒന്നും വേണ്ട. രക്ഷപ്പെടാൻ വേണ്ടി അവള് കഴിയുന്നതെല്ലാം ചെയ്യും. സൂക്ഷിക്കണം. ഞങ്ങളെ കയ്യിൽ നിന്ന് അവള് രക്ഷപ്പെടില്ല മാഡം. ഓക്കെ, ഉറപ്പാണ്. മനു